ഹായ് എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നോ കോണ്ടാക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും പലരുടെയും ചിന്ത എന്ന് പറയുന്നത് എന്തൊരു പ്രശ്നം വരുന്ന സമയത്തും നോ കോണ്ടാക്റ്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ബെറ്റർ ആണ്, അതോടുകൂടി ആ പ്രശ്നം തീരുമെന്നൊക്കെയാണ്. ഒരിക്കലും അല്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ നോ കോണ്ടാക്റ്റുകൾ അപ്ലൈ ചെയ്യാനേ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് അതിൽ കിട്ടാൻ പോണില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മളതിനെ കൈകാര്യം ചെയ്യണം, അതല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഒരു നോ കോണ്ടാക്റ്റുകൾ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ രണ്ടുപേർക്കും ഇടയിൽ വരുന്ന സമയത്ത്, അതായത് ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ വരാൻ സ്വാഭാവികമാണ്, അതൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരില്ലേ, അതായത് പാർട്ട്ണർക്ക് ഇപ്പോൾ നമ്മളോട് ഒരു വിശ്വാസക്കുറവ് വരിക, ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞൊരു കള്ളത്തരം പിടിച്ചിട്ടായിരിക്കാം. നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ ഒരു കള്ളം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ആള് പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞത് കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും കാരണം കൊണ്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ, വിശ്വാസക്കുറവ് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിചാരിക്കുകയാണ്, അയ്യോ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായില്ല, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും, ഇനി വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ആളോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ഒരു സംശയം ശരിയാണ് എന്ന രീതിയിലേക്കുള്ള ചിന്ത വന്നുകൊണ്ടേയിരിക്കും അവരുടെ മനസ്സിൽ. അപ്പൊ അത് സത്യമാണ് എന്നുള്ളതാണ് അവിടെ തെളിയുക, അല്ലെങ്കിൽ ആ രീതിയിലേക്കാവും കാര്യങ്ങൾ പോവുക. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ ചെയ്തത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും നോ കോണ്ടാക്റ്റുകൾ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രശ്നാവീഴ്ചയുള്ളൂ, അവർക്ക് നിങ്ങളെ വിശ്വാസക്കുറവ് നല്ല രീതിയിൽ വരും. ഇപ്പൊ എന്നെ വിളിക്കുന്നില്ല, അപ്പൊ പിന്നെ എന്തായാലും ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്, അപ്പൊ ആൾക്ക് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കും. കാരണം ഓൾറെഡി ആളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ വേറൊരു അഫയർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ആൾക്ക് ചെറിയ രീതിയിൽ മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയും കൂടി ചെയ്യുന്ന സമയത്ത് അവരത് ഉറപ്പിക്കും, ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കും. വേറെ തെളിവുകളുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ ആ ഒരു കാര്യം അവരങ്ങനെ ഉറപ്പിച്ചിട്ട് ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കും പിന്നീട് നിങ്ങൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്, വിളിച്ച് സംസാരിക്കുക. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ വളരെ സൗമ്യമായി വളരെ സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ വിചാരിച്ചത്, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച ആ ഒരു തെറ്റ് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയായിരുന്നു എന്ന രീതിയിലേക്കുള്ള ചിന്ത, ആ ഒരു ചിന്തയിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ ആ ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാർട്ട്ണർ ആൻഷ്യസ് അല്ലെങ്കിൽ കുറച്ച് ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യരുത്. അതായത് ഈ ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അവർക്ക് ഉണ്ടാവുക. എൻ്റെ പാർട്ട്ണർക്ക് എന്നെ ഇഷ്ടമായിരിക്കുമോ, എന്നോട് സ്നേഹം ഉണ്ടാവുമോ, എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവുമോ, ഇങ്ങനെയുള്ള, അതായത് ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവുക. ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പുണ്ടാവില്ല. അതായത് എൻ്റെ പാർട്ട്ണർ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് എന്നെ ഇഷ്ടമാണ്, അങ്ങനെ ഒരു ഉറപ്പ് ഈ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഡൗട്ടാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇവരുടെ മനസ്സിൽ വരിക, എൻ്റെ പാർട്ട്ണർക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് ഉറപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റെന്ന് പറയുന്ന ഒരു സംഭവം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു കാര്യം മാത്രം മതി, ഇതിലൂടെ തന്നെ അവർ ഉറപ്പിക്കും, എൻ്റെ പാർട്ട്ണർക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് ഉറപ്പാണ് എൻ്റെ പാർട്ട്ണർക്ക് ഇഷ്ടമല്ല, എന്നെ വിളിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്നോടൊന്നും മിണ്ടണില്ല, അപ്പൊ പിന്നെ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് അവർ വിചാരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ വല്ല ജോലി തിരക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെട്ടിട്ടായിരിക്കാം നിങ്ങൾ വിളിക്കാതിരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ മെസ്സേജും ഒന്നും ഇല്ലാണ്ടിരിക്കുക. പക്ഷെ അവരങ്ങനെ ആവില്ല വിചാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എത്ര തിരക്കാണെങ്കിലും ഇങ്ങനെ ഒരു പാർട്ട്ണറാണ്, ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. തിരക്കാണെങ്കിൽ അത് പറയാം, എനിക്ക് തിരക്കുണ്ട് കേട്ടോ, ഇപ്പൊ ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല, എന്നെ തിരക്കാണെന്ന് പറയാം, പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതോടുകൂടി അവരുടെ മനസ്സിലെ പ്രശ്നം തീരും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹസ്ബൻഡും വൈഫിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് നോ കോണ്ടാക്ട് റൂൾ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. പലരും ചെയ്യുന്ന കാണാറുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള ആളുകളാണ് കൂടുതലും. പിന്നെ കുറെ പേരൊക്കെ ദൂരെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെയുണ്ട്, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണറിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അല്ലാത്തവർ ഒരുമിച്ചുണ്ടാവുക. അപ്പൊ നമ്മൾ ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് 1-2 ദിവസമൊക്കെ നമുക്ക് മിണ്ടാതിരിക്കാം. അപ്പൊ അത് വലിയ പ്രശ്നമല്ല. പക്ഷെ കുറെ ദിവസം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ
നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആണ്. നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. അതായത് മാനസികപരമായി നിങ്ങൾ അടുക്കേണ്ട ആളുകളാണ്. കാരണം നിങ്ങൾ ഇനി പിരിയരുത് എന്നുള്ളവരാ. ഇപ്പൊ പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ അവർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മാരേജ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുക എന്താ, പ്രണയിക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. എന്നാലും മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ പാർട്ട്ണറാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. വേറൊരാളല്ല, ഇനി എപ്പോഴും എൻ്റെ കൂടെ ഇയാൾ ഉണ്ടാവുക, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അത് നമ്മൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിടയിൽ വേണ്ടത് മാനസിക അടുപ്പമാണ്. ഇങ്ങനെ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളിങ്ങനെ മാനസികപരമായി അകന്നുകൊണ്ടേ ഇരിക്കുക ചെയ്യുക. കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം സംസാരിക്കുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അതിലൂടെയാണ്. അവിടെയാണ് ഒരു സ്നേഹം പ്രണയം ഒക്കെ ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോ കോണ്ടാക്ട് റൂൾ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് റൂൾ ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കുക. അതൊരിക്കലും നല്ലതല്ല. ഇനി നാലാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, പല റിലേഷൻഷിപ്പും നമ്മൾ കാണാറുണ്ട്. പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര സിൻസിയർ ആയിട്ട് പ്രണയിക്കാറുണ്ട്, മറ്റാൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതായത് ചിലപ്പോൾ മറ്റാളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാലോ ഇയാളെ ഇങ്ങോട്ട് ഒഴിവാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും വിചാരിക്കണ്ടാവാം. പക്ഷെ കാരണമൊന്നും കിട്ടുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ആള് കുഴപ്പമില്ല, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കാരണവുമില്ല ആളെ ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു കാരണവും ഇല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും കാരണം കിട്ടിയ ബ്രേക്കപ്പ് ആക്കാമായിരുന്നു എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യരുത്. കാരണം അതിനൊരു റീസൺ ആക്കി എടുത്തുകൊണ്ട് അവർ നിങ്ങളെ ബ്രേക്കപ്പ് പറയാനുള്ള സാധ്യതയുണ്ട്. അവര് വേറെ ഒരു റീസണും ഇല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ കയറി പോയിരുന്നു എന്ന് പറയില്ലേ, ആ രീതിയിലാണ്. ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കയറാൻ വേണ്ടി നോക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്, ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർ ബ്രേക്കപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യരുത്. അവർ ബ്രേക്കപ്പ് പറഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അവർ പൊയ്ക്കോട്ടെ, ബ്രേക്കപ്പ് ആയി പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യരുത്. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാതിരിക്കുക. ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അത് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഇതിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ സംശയങ്ങൾ പലരുടെയും മനസ്സിൽ വരാറുണ്ട്. കുറേ തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നൊക്കെയുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്